ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കോളിഫ്ലവർ മസാലക്കറിയും ദോശയാണ് കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ കോളിഫ്ലവർ മസാലക്കറി ഉണ്ടാക്കി നോക്കാം. കുഞ്ഞു പീസാക്കി മുറിച്ച കോളിഫ്ലവറിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇളം ചൂടുവെള്ളം കൂടെ ഒഴിച്ച് 10 മിനിറ്റ് വെച്ചതിന് ശേഷം അതിന് കുക്കറിലേക്ക് വാരിയിടാം കേട്ടോ. അതിനോടൊപ്പം തന്നെ ഒരു ഉരുളക്കിഴങ്ങും 2 തക്കാളിയും കൂടെ കുഞ്ഞു പീസാക്കി മുറിച്ചിട്ടിട്ടുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരൊറ്റ വിസിലടിച്ചാൽ മതി. അതിനുശേഷം ഓഫാക്കിയിട്ടേക്കണം, അല്ലെങ്കിൽ നന്നായി കോളിഫ്ലവർ വെന്തുടഞ്ഞു പോകും. ഇനി ഇതിലേക്കുള്ള മസാലക്കൂട്ട് തയ്യാറാക്കണ്ടേ. അതിനുവേണ്ടി കുറേയധികം ചെറുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു വലിയ ഉള്ളിയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് നന്നായി എണ്ണയിൽ ഒഴിച്ച് വഴറ്റിയെടുക്കണം കേട്ടോ. വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തിട്ട് നമുക്കത് മിക്സി കപ്പിൽ അരച്ചെടുക്കാം. മിക്സിയിൽ ഒരൊറ്റ കറക്ക് കറക്കിയാൽ മതി കേട്ടോ. അങ്ങനെ വിചാരിച്ച് മിക്സി കപ്പിലേക്ക് ഇത് എടുത്തിടുമ്പോഴത്തേക്കും കറണ്ട് പോയി ഫ്രണ്ട്സ്. ഞാൻ പിന്നെ വേറൊരു വഴിയില്ല, എല്ലാവരും വിശന്നിട്ടിരിക്കുകയല്ലേ. അപ്പോൾ ഞാനതിന് വേഗം അമ്മിക്കല്ലിൽ കൊണ്ടുപോയിട്ട് ഒന്ന് ചതച്ചെടുത്തു കേട്ടോ. ചതച്ചെടുത്ത് നല്ലതാണ് ഇതുപോലെ ഈ പരുവത്തിൽ നന്നായി ചതച്ചെടുത്തു. അതിനുശേഷം കറി വെന്ത് കിടക്കുകയാണല്ലോ, അതിലേക്ക് ഇത് നോക്കി നന്നായി വെന്തിട്ടൊന്നുമില്ല കേട്ടോ. ഒറ്റ വിസിൽ നിർത്തിയതുകൊണ്ട് നല്ല കറക്റ്റ് പാകത്തിനാണ് വെന്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ അരച്ചെടുത്ത മസാല കൂടെ അങ്ങോട്ട് ചേർത്ത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ കറിവേപ്പിലയും മല്ലിത്തലയും ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലുണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ. ചോറിനാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും ദോശയ്ക്കാണെങ്കിലും സൂപ്പറായിട്ടുണ്ടാവും. ഇനി 2 ദോശയും കൂടെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ദോശക്കല്ല് വെച്ച് 2 ദോശ കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിനോടൊപ്പം കറിയും കൂടെ ചേർത്ത് എൻ്റെ ഏട്ടനെ കൊണ്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ആൾ കഴിച്ചിട്ട് ആളുടെ അഭിപ്രായം കൂടെ നിങ്ങൾക്കറിയണ്ടേ. നോക്കിയേ, അടിപൊളി.